ഇവിടെ എങ്ങനെയാണ് വർഗീയതയുടെ വിത്തുകൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഡോമിനന്റ് പൊളിറ്റിക്കൽ ഫോഴ്സ് ആയി മാറാൻ ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം വിതച്ചത് എന്ന് പറയുമ്പോൾ ആ ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിന് പകരം അദ്ദേഹം നിഷേധഭാവത്തിൽ ഇവിടെ ട്വിൻ നേഷൻ തിയറി മുസ്ലിം ലീഗിനേക്കാൾ മുൻപ് പറഞ്ഞത് സവർക്കറാണ്, RSSന്റെ ആചാരനായിട്ടുള്ള സവർക്കറാണ്. സവർക്കർ RSSന്റെ ആചാരനല്ല, അദ്ദേഹത്തിന് RSS എന്ന പ്രസ്ഥാനവുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. അദ്ദേഹം അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു അവൻ. പക്ഷെ RSS അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളാണ്. ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിന്റെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ട ഒരാള് എന്ന രീതിയിൽ ഒരു തത്വചിന്തകനായിട്ട് അദ്ദേഹത്തെ മാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. എന്നാൽ സവർക്കറാണ് ട്വിൻ നേഷൻ തിയറിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് എത്ര വലിയ ചരിത്ര വിരുദ്ധതയാണ്, എത്ര വലിയ ചരിത്ര നിഷേധമാണ്. ഇവിടെ ട്വിൻ നേഷൻ തിയറി കൊണ്ട് ഉണ്ടായിട്ടുള്ള രാജ്യം പാകിസ്ഥാനാണല്ലോ. രണ്ടാമതൊരു രാജ്യം, ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു ഡിഫറെന്റ് നേഷൻസ് എന്ന് പറയുന്ന ട്വിൻ നേഷൻ തിയറി, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല, മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക രാഷ്ട്രം തന്നെയാണ്, അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ടൊരു ഭൂപ്രദേശം വേണമെന്ന് വാദിച്ചിട്ടുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് ഇക്ബാൽ മുന്നോട്ട് വെക്കുകയും പിന്നീട് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സമിതി മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ട് ആക്ഷൻ ഡേ പോലെയുള്ള കൊടിയ വർഗീയ കലാപങ്ങൾ നടത്തുകയും the week of long nights, Great Calcutta Massacre, നൗഖാലി കില്ലിംഗ്സ് പോലെയുള്ള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊടും ക്രൂരതകളുടെ അധ്യായം കൊണ്ട് സാധ്യമാക്കി എടുക്കുകയും ചെയ്തിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡ്, ഇത് ട്വിൻ നേഷൻ തിയറിയുടെ ഉൽപ്പന്നമാണ്. ഈ ട്വിൻ നേഷൻ തിയറിയെ പറ്റി പാകിസ്ഥാന്റെ ഔദ്യോഗിക ചരിത്രം എന്താണ് പറയുന്നത് എന്നതിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് ഇത് പാകിസ്ഥാന്റെ ഔദ്യോഗികമായിട്ടുള്ള ചരിത്രം പറയുന്നത് ട്വിൻ നേഷൻ തിയറിയുടെ വിത്തുകൾ വിതയ്ക്കുന്നത് അഹമ്മദ് സിർഹണ്ടിയാണ് എന്നുള്ളതാണ്. അഹമ്മദ് സിർഹണ്ടി എന്ന് പറയുന്ന ആള് അക്ബറിന്റെ ദീനിലാഹിക്കെതിരെ കലാപം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിം കോൺഷ്യസ്നെസ് റൈസ് ചെയ്തു. ആദ്യത്തെ മുജാഹിദീൻ സിന്ധിൽ കാലുവെച്ച അന്ന് മുതൽ തന്നെ പാകിസ്ഥാൻ എന്ന ആശയം യാഥാർത്ഥ്യമായി എന്നാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക ചരിത്ര പുസ്തകം പറയുന്നത്. ഈ മുസ്ലിം കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നത് 17ാം നൂറ്റാണ്ടിൽ അഹമ്മദ് സിർഹിന്ദിയാണ്. ഈ ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിൽ ആരാണ് ഇത് ചെയ്യുന്നത്? പാകിസ്ഥാന്റെ തന്നെ ചരിത്ര പുസ്തകം പറയുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ഇന്ത്യയിൽ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡ്, അല്ലെങ്കിൽ മുസ്ലിം സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡിമാൻഡ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാനെ നമുക്കറിയാം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ലെന്ന് തോന്നിയപ്പോ മുസ്ലിങ്ങളാണ് ബ്രിട്ടീഷുകാരോട് ഏറ്റവും വിധേയരായിട്ടുള്ള, ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും നന്ദിയുള്ള ആളുകൾ എന്ന് തോന്നിപ്പിക്കാനും തങ്ങൾക്ക് അവസരങ്ങൾ മേടിച്ചെടുക്കാനും വേണ്ടി ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എഴുതിയിട്ടുള്ള ആളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഞങ്ങൾ നിങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള വിധേയരാണെന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനും ഇംഗ്ലീഷ് സംസ്കാരം അവർക്കിടയിൽ ശക്തിപ്പെടുത്താനും അങ്ങനെ ഇംഗ്ലീഷുകാരുമായിട്ട് വളരെ അടുത്തിടപെടാൻ അവരെ പ്രേരിപ്പിക്കാനും അവരെ പ്രാപ്തരാക്കാനും വേണ്ടിയിട്ട് അലിഗർ മുസ്ലിം സർവകലാശാല തുടങ്ങുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലാണ്. ഈ അലിഗർ മുസ്ലിം സർവകലാശാലയിൽ പഠിച്ചിറങ്ങിയ ആദ്യത്തെ ജനറേഷനാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്. ഇവര് പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് എൻട്രി നടത്തുന്നത്. ഇന്ത്യൻ ദേശീയത മുഴുവൻ ബംഗാൾ വിഭജനത്തെ എതിർത്ത് നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ബംഗാൾ വിഭജനത്തെ അനുകൂലിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അനുകൂല നിലപാടെടുത്തുകൊണ്ടാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി നടത്തുന്നത്.